സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ റോളജിയിലേക്ക് സ്വാഗതം. വത്തിക്കാനിൽ ഇപ്പോൾ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാകും അടുത്ത മാർപ്പാപ്പ എന്ന് അറിയാൻ ആകാംക്ഷ എല്ലാവർക്കും ഉള്ളതാകുന്നു. ഈ വിഷയത്തിൽ ഈതറോളജി എന്ന ആത്മീയ ശാസ്ത്രം ഒരു പഠനം മുന്നോട്ട് വയ്ക്കുകയാകുന്നു. ഇതിനകം തന്നെ ലോകത്തെ 133 കർദിനാൾമാർ കോൺക്ലേവിൽ മെയ് 7 നടക്കുന്ന കോൺക്ലേവിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ നിന്നും പുതിയ മാർപ്പാപ്പയായി ആര് രംഗത്ത് വരും എന്നാണ് ഈതറോളജി ഇന്ന് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യങ്ങൾക്ക് പിറകിലും ചില ഈതറോളജി തത്വങ്ങൾ ഉണ്ടായിരിക്കും എന്നത് ഒരു വസ്തുതയാകുന്നു. ഒരു മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ അതിനു പിറകിൽ സംഭവിക്കുന്ന ഈതറോളജി തത്വങ്ങൾ വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താകുന്നു? അതേപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതുവരെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മാർപ്പാപ്പമാരുടെ ഈതറോളജി പരിശോധിക്കുമ്പോൾ കോമൺ ഈതറോളജിക്കൽ ഫോൾഡ് യൂണിറ്റ് അഥവാ സെഫു എന്ന ഒരു സ്കെയിൽ ഉപയോഗിച്ചാകുന്നു ഈ വിഷയത്തിൽ ഈതറോളജി പഠനം നടത്തുന്നത്. സെഫു സ്കെയിലിൽ ഒന്നാമത്തെ റേഞ്ച് എന്നത് 1-നും 10-നും ഇടയ്ക്ക് വരുന്നതാണ്. രണ്ടാമത്തെ റേഞ്ച് 1-നും 100-നും ഇടയ്ക്ക് വരുന്നതാണ്. മൂന്നാമത്തെ റേഞ്ച് 1-നും 1000-നും ഇടയ്ക്ക് വരുന്നതാണ്. നാലാമത്തെ റേഞ്ച് 1-നും 10,000-നും ഇടയ്ക്ക് വരുന്നതാണ്. അഞ്ചാമത്തെ റേഞ്ച് 1-നും 1,00,000-നും അതിന് മുകളിലും വരുന്നതാണ്. ഇങ്ങനെ 5 റേഞ്ചുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈതർ മണ്ഡലങ്ങൾ ഉള്ള വ്യക്തികളെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. അതിൽ ആരെയാകും മാർപ്പാപ്പയായി സാധാരണയായി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത് എന്നത് ഈതറോളജി പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സെഫു 1 അഥവാ ഒന്നാമത്തെ റേഞ്ചിൽ ഈതർ മണ്ഡലങ്ങളുള്ള വ്യക്തികളാണ്, കർദിനാൾമാരാണ് പോപ്പായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് മുൻപുള്ള എല്ലാ മാർപ്പാപ്പമാരും സെഫു 1 റേഞ്ചിൽ വന്നിട്ടുള്ളവരാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയും സെഫു 1 റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. എന്നാൽ പോപ്പ് ഫ്രാൻസിസ് മാത്രം സെഫു 2 റേഞ്ചിൽ വന്നിട്ടുള്ള മാർപ്പാപ്പയാകുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. സെഫു 1 റേഞ്ചിൽ വരുന്ന കർദിനാൾമാർ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സംഘത്തിലുണ്ടെങ്കിൽ അവർക്കായിരിക്കും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഈതറോളജിപരമായ സാധ്യത എന്ന് കാണുന്നു. അങ്ങനെ ഉള്ള 3 വ്യക്തികൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ ഉണ്ട് എന്ന് ഈതറോളജി പഠനം കാണിക്കുന്നു. അതിൽ ഒരാളുടെ പേര് വ്യക്തമാണ്. കർദിനാൾ റോബർട്ട് സാറ എന്ന കർദിനാളാണ്. മറ്റ് 2 കർദിനാൾമാർ ആരൊക്കെയാണെന്ന് ഈതറോളജി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ തൽക്കാലം എക്സും വൈയും എന്ന് വിളിക്കുന്നു. ഈ 3 കർദിനാൾമാർ ആണ് പോപ്പായി അടുത്ത കോൺക്ലേവിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യതയുള്ളത് എന്ന് ഈതറോളജി ഇവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വെളിപ്പെടുത്തലാണ്. തെറ്റാകാനും ശരിയാകാനും സാധ്യതയുണ്ട്. എന്തായാലും അതിൽ കിട്ടുന്ന വിവരങ്ങൾ ഈതറോളജി പഠനത്തിന് വളരെ മുതൽക്കൂട്ടായിരിക്കും. ഇതിനകം തന്നെ ഏകദേശം 9 പേരോളം അടങ്ങുന്ന കർദിനാൾമാരെ
മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത ലിസ്റ്റിൽ നമ്മൾ കാണുകയുണ്ടായി. ആ 9 പേരെക്കുറിച്ചും വ്യക്തിപരമായി അവരുടെ സെഫ് എത്രയാകുന്നു എന്ന് ഈതറോളജി പരിശോധിക്കുകയുണ്ടായി. അതവരെല്ലാവരും തന്നെ സെഫ് സ്കെയിലിൽ 3, 4, 5 റേഞ്ചിൽ നിൽക്കുന്നവരാണ്. അവരുടെ വ്യക്തിപരമായി പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ ആയതുകൊണ്ട് അത് അതേപടി പുറത്തുവിടുന്നത് ശരിയല്ലാത്തതിനാൽ ഈതറോളജി അതിന് ശ്രമിക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാർ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. അവരാരെങ്കിലും പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഈതറോളജി ഇവരെ പരിശോധിച്ചതിൽ നിന്നും ഇവർ കേരളത്തിൽ നിന്നുള്ളവരും ഇന്ത്യയിൽ നിന്നുള്ളവരുമായ 4 കർദിനാൾമാരും പോപ്പ് ആയി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സെഫ് 1 വരുന്നില്ല എന്ന് ആണ് കാണുന്നത്. അതിനാൽ അടുത്ത പോപ്പ് കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ആകാൻ സാധ്യതയില്ല. നന്ദി, നമസ്കാരം. താങ്കൾ ആരൊക്കെയാണ് പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ളതായി പരിഗണിച്ച കർദിനാൾമാർ? അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത്. 9 കർദിനാൾമാരെ ആണ് വ്യക്തിപരമായി ഈതറോളജി സാധ്യതാ ലിസ്റ്റിൽ നിന്നും പഠന വിധേയമാക്കിയത്. ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത ഉള്ളതായി പുറത്തു വന്ന കർദിനാൾമാർ ഇവരൊക്കെയാണ്: ഫ്രാൻസിലെ ജീൻ മാർക്ക് ആവലിൻ, പീറ്റർ എർദോ ഹംഗറി, മരിയ ഗ്രച്ച് മാൾട്ട, ജുവാൻ ജോസ് ഒമല്ല സ്പെയിൻ, ലൂയിസ് ആൻ്റോണിയോ ടാഗിൽ ഫിലിപ്പൈൻസ്, പീറ്റർ ടക്സൺ ഘാന, മാത്യോ സുഫി ഇറ്റലി, പിയാട്രോ പലോളിൻ ഇറ്റലി, ജോസഫ് ടോബിൻ USA. ഇവരെ ഈതറോളജി വ്യക്തിപരമായി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയുണ്ടായി. ചിലരുടെ സെഫു 3 വരുന്നു, ചിലരുടെ സെഫു 4 വരുന്നു, ചിലരുടെ സെഫു 5 വരുന്നു. ഈതറോളജി നിയമമനുസരിച്ച് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള ആൾ ഈതറോളജി സെഫ് 1 വരുന്നവർ മാത്രമാണ്. ഈ പരിഗണിച്ച 9 പേരും സെഫ് 1 വരുന്നില്ല എന്നതുകൊണ്ട് അവരെ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത ഈതറോളജി കാണുന്നില്ല. എന്നാൽ എല്ലാത്തിനും മുകളിലായി എല്ലാം തീരുമാനിക്കുന്നത് സ്വർഗത്തിൻ്റെ അധികാരങ്ങളാണല്ലോ. അതിനാൽ സ്വർഗത്തിൻ്റെ ഇഷ്ടം ഈ തത്വങ്ങൾക്കും മുകളിൽ വന്നുകൂടായികയില്ല. അതുകൊണ്ട് 100% ഇവർ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന് ഈതറോളജി പറയുന്നില്ല. ഈതറോളജി നിയമം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് സെഫു 1 വരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇവർ പോപ്പായി പരിഗണിക്കപ്പെടാൻ സാധ്യത കാണുന്നില്ല എന്ന് മാത്രം വെളിപ്പെടുത്തുന്നു. നന്ദി.